ഒരു വലിയ അതിക്രമം. എല്ലാവരും സന്തോഷത്തോടെ കൂടുന്ന ഒരു ദിവസം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അടിച്ചേൽപ്പിക്കപ്പെട്ട ഉത്സവങ്ങൾ പോലും ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹം അന്നെങ്കിലും അവർ സന്തോഷകരമായി ജീവിക്കട്ടെ എന്ന് കരുതുന്ന സാഹചര്യത്തിൽ അതിന് പോലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ അമ്മയെയും മക്കളെയും ബന്ധുജനങ്ങളെയും തങ്ങൾ താമസിക്കുന്ന വീടിന് പരിസരത്തും വീടിനകത്തും കയറി മർദ്ദിച്ച് അവശ നിലയിലാക്കുകയും അവർ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു ചെല്ലുമ്പോൾ കൃത്യമായി നീതി വിതരണം ചെയ്യേണ്ട ആളുകൾ, നടപടി എടുക്കേണ്ട ആളുകൾ അവർക്ക് തുടക്കത്തിലെ നീതി നിഷേധിക്കുകയും പിന്നീട് ഇതേ ആളുകളെ ആക്രമിച്ച പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നിയമസഹായം ചെയ്തു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അവരെ സഹായിക്കുന്ന രാഷ്ട്രീയ അധികാരികളുമുള്ള പുരോഗമനം പറയുന്ന പുരോഗമന നാട്യ കേരളത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ കുത്തിയിരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പോലീസിന്റെ ആപ്തവാക്യത്തെ സംബന്ധിച്ചാണ്. പോലീസിന്റെ ആപ്തവാക്യം കേരളത്തിൽ ഏകദേശം 564 പോലീസ് സ്റ്റേഷനുകളാണുള്ളത്. സ്പെഷ്യൽ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 564 പോലീസ് സ്റ്റേഷനുകളിൽ നിയമസഹായം തേടി ചെല്ലുന്ന ആളുകൾക്ക് നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാനും ഈ കൂടിയിരിക്കുന്ന ആളുകളും ഉൾപ്പെടുന്ന സമുദായത്തിന് മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അവിടെ ഒരു വ്യത്യാസം കാണിക്കാറില്ല. അവർ ഈ പുലയ പറയ കുറവ ആദിവാസി വ്യത്യാസം കാണിക്കാത്തത് ഈ കേരള പോലീസ് മാത്രമായിരിക്കും. അവർക്ക് അത്തരത്തിലൊരു ഐക്യം, ഞങ്ങളിൽ ഒരു ഐക്യം അവർക്ക് അത്തരത്തിൽ വളരെ കൃത്യമായി സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. പുലയ പറയ കുറവ് വ്യത്യാസമില്ലാതെ നീതി നിഷേധിക്കുന്ന രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരുമുള്ള പുരോഗമന നാട്യ കേരളത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, വിവിധ പോലീസ് സ്റ്റേഷനുകൾ 564 പോലീസ് സ്റ്റേഷനുകളുള്ള ഈ കേരളത്തിൽ പോലീസിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്നും കടമെടുത്ത 2 വാചകങ്ങളാണ്. 2 ഗദ്യ കവിത എന്ന് വേണേൽ പറയാം. അതിൽ അവർ പറയുന്നത് മൃദുഭാവേ ദൃഢകൃത്യേ എന്നാണ് പറയുന്നത്. പോലീസിന്റെ ആപ്തവാക്യം സംസ്കൃതത്തിൽ നിന്നാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. സംസ്കൃതം പഠിച്ച TS ശ്യാംകുമാറിനെ പരസ്യമായി വെല്ലുവിളിക്കുകയും വീട് കയറി ആക്രമിക്കുകയും ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പുരോഗമന നാട്യ കേരളത്തിലെ ഒരു എന്തായാലും പറയുന്ന ക്രിമിനലുകളെ, രാഷ്ട്രീയ ക്രിമിനലുകളുടെ നാട്ടിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ആ സംസ്കൃതത്തിന്റെ അപകടമാണ് കേരള പോലീസ് അവര് എടുത്തിരിക്കുന്ന ആപ്തവാക്യം. മൃദുഭാവേ ദൃഢകൃത്യേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങളോട് വളരെ മൃദുവായി ഇടപെടുകയും അവരുടെ കൃത്യനിർവഹണത്തിൽ വളരെ ദൃഢതയോടുകൂടി അത് കൈകാര്യം ചെയ്യണം എന്ന് പോലീസിന് നിർദ്ദേശം കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ പോലീസ് അനുസരിക്കണമെന്ന് നിർദ്ദേശിക്കുകയോ ചെയ്യുന്ന 2 വാചകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. മൃദുഭാവേ ദൃഢകൃത്യ എന്ന് പറയുന്നത്. ഈ 560 സ്പെഷ്യൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ 484 പോലീസ് സ്റ്റേഷൻ, ബാക്കി 86 ഉണ്ട്. 486 80. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ 564 പോലീസ് സ്റ്റേഷൻ പറയുന്നത്. ഈ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ഈ മൃദുഭാവേ ദൃഢകൃത്യയെ വളരെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ അത് ആ വാക്കിനെ അവർ 2ആയി അങ്ങ് വിറക് കീറുന്നത് പോലെ കീറിയെടുത്തിരിക്കുന്നുള്ളതാണ്. മൃദുഭാവേ കൊടുക്കുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിനോടല്ല മൃദുഭാവേ അവർ കാണിക്കുന്നത്. പക്ഷെ ദൃഢകൃത്യേ അതിനകത്ത് ഇച്ചിരി അഴിമതിയുടെ അല്ലെങ്കിൽ അതിനകത്ത് കട്ടി കൂടി ഒരു വിവേചനം കൂടി നിറച്ചുകൊണ്ട് ആ ദൃഢകൃത്യേ നമ്മുടെ ഇടയിൽ അവർ വളരെ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിവേചനം പോലീസിന്റെ ആപ്തവാക്യത്തിൽ പോലീസ് തന്നെ പ്രയോഗിക്കുന്നതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ഇവിടെ വന്ന് കുത്തിയിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ പോലീസ് പ്രവർത്തിക്കുന്നത് പോലീസിന് കൊടുത്തിരിക്കുന്ന ഒരു മാനുവൽ അനുസരിച്ചല്ല. ഇന്ത്യൻ പോലീസിന്റെ ഒരു കുഴപ്പമാണ്. ഇന്ത്യൻ പോലീസ് മാനുവൽ അനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന
ഒരു സാമൂഹ്യ ക്രമം, ആ സാമൂഹ്യ വ്യവസ്ഥിതിക്കനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. നിങ്ങളത് മനസ്സിലാകണമെങ്കിൽ, ഇപ്പോ പല ആളുകളും പറയുന്നത് ഞങ്ങളൊക്കെ ജാതി പറയുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളൊക്കെ ജാതി പറയുന്നു, അനാവശ്യമായി ജാതി പറയുന്നു, രാഷ്ട്രീയത്തിൽ ജാതി പറയുന്നു, ഉദ്യോഗത്തിൽ ജാതി പറയുന്നു, സാമൂഹ്യ ക്രമത്തിൽ നിങ്ങൾ ജാതി പറയുന്നു, അപകടമുണ്ടാകുമ്പോൾ ജാതി പറയുന്നു. എടവേ ശരിയാണ്, ഞങ്ങൾ ഇതൊക്കെ ജാതി പറയുന്നു, ഞങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ജാതി ഇല്ലാതെ നിങ്ങൾ ഞങ്ങളെ പരിഗണിക്കുന്നത് 2 സ്ഥലങ്ങളിൽ മാത്രമാണ്. 2 സ്ഥലങ്ങളിൽ മാത്രമേ നിങ്ങൾ ഞങ്ങളെ ജാതി ഇല്ലാതെ പരിഗണിക്കുന്നുള്ളൂ. ഒന്ന്, ഞങ്ങളുടെ വോട്ട് നിങ്ങൾ സമാഹരിക്കുമ്പോൾ ഞങ്ങളുടെ ജാതി നിങ്ങൾ പരിഗണിക്കാറില്ല. ഞങ്ങളുടെ വോട്ട് സമാഹരിക്കുമ്പോൾ. കാരണം എന്താണ്? വോട്ടിന്റെ മൂല്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഒരു വോട്ട്, ഒരു മൂല്യം. അത് നമ്പൂതിരി മുതൽ ഇങ്ങ് താഴെ നായാടി വരെ പരിശോധിച്ചാലും ശരി, അതെല്ലാം ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് വോട്ടിന്റെ മൂല്യം അങ്ങനെയാണ്. 2, നിങ്ങൾ ഞങ്ങളുടെ ജാതിയെ പരിശോധിക്കാത്ത രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഞങ്ങൾ രക്തദാതാക്കളായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോഴാണ്. ഈ കേരളത്തിൽ നിരവധിയുള്ള മെഡിക്കൽ കോളേജുകളും മറ്റ് ഹോസ്പിറ്റലുകളും സ്വകാര്യമായി പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമാണ് നിങ്ങൾ തിരക്കുന്നത്, ഞങ്ങളുടെ ജാതി തിരക്കാറില്ല. പക്ഷേ നിങ്ങൾ വളരെ കൃത്യമായി ജാതി നിയന്ത്രിക്കുകയും ജാതി തിരക്കുകയും ജാതി വിവേചനത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥ പ്രമുഖർ. പ്രത്യേകിച്ചും കേരളത്തിൽ ഈ പോലീസുകാരും അധ്യാപകരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ അടിവരയിട്ടാണ് ഞങ്ങൾ പറയുന്നത്, പോലീസുകാരും കേരളത്തിലെ അധ്യാപകരും ജാതി വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ പോലീസുകാർ എന്നങ്ങനെ പറയാൻ കാര്യം, സർക്കാർ മേഖലയിൽ എന്ന് ഞങ്ങൾ എടുത്തു പറയുവാൻ കാര്യം, ഈ പല സർക്കാർ ഓഫീസുകളിലും ചെല്ലുമ്പോൾ ഈ പിയൂൺ പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഈ തിരുമേനിമാരും നമ്പൂതിരിമാരും ഒക്കെ കാണും. അപ്പോ അവിടെ ബാങ്ക് മാനേജറായിട്ടിരിക്കുന്ന ആളോ, അല്ലെങ്കിൽ തഹസിൽദാരായിട്ടിരിക്കുന്ന ആളോ, വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്ന ആളോ ഈ ക്ലർക്കുമാരെ വിളിക്കുന്നത് ക്ലർക്ക് എന്നല്ല, തിരുമേനി ഇങ്ങ് വന്നേ, അല്ലെ നമ്പൂരി ഇങ്ങ് വന്നേ, അല്ലെ നമ്പൂരി സാർ ഇങ്ങ് വന്നേ, ഇങ്ങനെയാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മുടെ ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പുരോഗമന ചിന്താഗതിയുള്ള വിദ്യാഭ്യാസ സമൂഹം, രാഷ്ട്രീയ സമൂഹം ഉയർന്നു വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ പോലും പിന്നീട് അവരുടെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ 2ാം നിര പൗരന്മാരെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. അപ്പോ ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ, ഞങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന യഥാർത്ഥ ഭൂരിപക്ഷ സമൂഹം, ഈ കേരളത്തിലെ യഥാർത്ഥ ഭൂരിപക്ഷ സമൂഹം പുരോഗമനമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ വിവേചനം കാണിക്കുമ്പോൾ, അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഞങ്ങൾ ജാതി പറയുന്ന ആളുകളാണെന്ന്. ഞങ്ങൾ ജാതി പറയുകയും നിങ്ങൾ ജാതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണെന്ന് നിങ്ങൾക്ക് സമ്മതിച്ചു തരാനുള്ള ജാതി കുശുമ്പ് മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ ജാതിവാദികളാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ സമുദായത്തിൽ നിന്നും ഒരാൾ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് വോട്ടർമാരായില്ലായിരുന്നു. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാകുകയില്ലായിരുന്നു. നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക്കായി മാറുകയില്ലായിരുന്നു. അതിനർത്ഥം മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജനിച്ചത് കൊണ്ടാണ് നിങ്ങൾ ജാതി വിവേചനം പുലർത്തുന്ന ഞങ്ങളും, നിങ്ങൾ മേലാളന്മാരാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന നിങ്ങളും ഇന്ത്യൻ പൗരന്മാരായി പരിഗണിക്കപ്പെട്ടതും വോട്ടവകാശമുള്ളവരായി മാറിയതും മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉള്ളത് കൊണ്ടാണ്. ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിൽ കുറ്റക്കാരായ ആളുകൾ, ഞങ്ങൾ പറയുന്നത് ഈ ക്രൈം ചെയ്ത ആളുകളല്ല യഥാർത്ഥ കുറ്റക്കാർ എന്നാണ്. ഈ ക്രൈം ചെയ്ത ആളുകളല്ല കുറ്റക്കാർ. കുറ്റക്കാർ എന്ന് പറയുന്നത് അന്വേഷണം ഏറ്റെടുത്തിട്ട് അന്വേഷണം കൃത്യമായി നടപ്പിലാക്കാതെ ഈ അന്വേഷണത്തിനെ അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥരും, ആ പോലീസ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചത് അത് കൃത്യമായി ദിനകരനെ പോലെയുള്ള ആളുകൾ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടും ഈ പോലീസുകാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മേലുദ്യോഗസ്ഥരുമാണ് യഥാർത്ഥ കുറ്റക്കാർ എന്ന കാര്യം വളരെ വസ്തുതാപരമായി എനിക്ക് മുൻപ് തന്നെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ ബഹുമാന്യനായ ശ്രീ ദിനകർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ നിങ്ങൾ വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്ന പല കാര്യങ്ങളുണ്ട്. കേരളത്തിൽ പല കേസുകളും കൃത്യമായി ഞങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ 586 പോലീസ് സ്റ്റേഷനുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 586 പോലീസ് സ്റ്റേഷനുകളായി എനിക്ക് തോന്നുന്നു 2018 ശബരിമല കലാപവുമായി ബന്ധപ്പെട്ട്, ശബരിമല കലാപം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഹിന്ദു വർഗീയവാദികൾ അടക്കമുള്ള ആളുകൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP വ്യത്യാസമില്ലാതെ ഈ കേരളത്തിലെ
ഈ ഹിന്ദു വർഗീയവാദികൾ എല്ലാവരും കൂടി ഒരു കലാപം ശബരിമലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 586 പോലീസ് സ്റ്റേഷൻ പരിധികളിലായി അഴിച്ചുവിട്ടു. അങ്ങനെ കേരളത്തിന്റെ 586 പോലീസ് സ്റ്റേഷനുകളിലായി ഈ ഹിന്ദു ക്രിമിനലുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഏകദേശം 3600 പരം കേസുകളാണ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ കേസുകൾ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിസഭാ തീരുമാനമെടുത്ത ഒരു സർക്കാർ ഭരിക്കുന്ന കേരളമാണത്. മന്ത്രിസഭാ തീരുമാനത്തിലൂടെ RSS ക്രിമിനലുകളും സംഘപരിവാർ ക്രിമിനലുകളും മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ഹിന്ദു വർഗീയവാദികൾ അടക്കമുള്ള ആളുകൾക്കെതിരെ 586 പോലീസ് സ്റ്റേഷനുകൾ രജിസ്റ്റർ ചെയ്ത കേസ് ഒരു മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച സർക്കാരിന്റെ മുന്നിലാണ് ഈ പാവപ്പെട്ട നാഗലക്ഷ്മിയും അവരുടെ ബന്ധുക്കളും മക്കളും അടങ്ങുന്ന ആളുകൾ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കയറി ഇറങ്ങുന്നത്. ഞങ്ങളെ പോലെയുള്ള ആളുകൾ വീടുകളിൽ നിന്നും ഇറങ്ങുമ്പോ ഞങ്ങളോട് ആദ്യം വിളിക്കുന്നത് എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാര്യമാരല്ല വിളിക്കുന്നത്. കാരണം എന്താണ്? ഞങ്ങളെ വിളിക്കുന്നത് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി, എവിടെ എത്തും, എപ്പോൾ എത്തിച്ചേരും, നിങ്ങൾ എത്ര മിനിറ്റ് സംസാരിക്കും, ഇങ്ങനെ ചോദിക്കുന്ന ഉത്തരവാദിത്തമുള്ള പോലീസ് സംവിധാനത്തിൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് നീതി നിഷേധിക്കുമ്പോൾ ഈ ഉത്തരവാദിത്തം കൃത്യമായി പ്രയോഗവൽക്കരിക്കുവാൻ അശോക ചക്രം ധരിച്ചു വച്ചിരിക്കുന്ന ഈ കോമാളികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ഇവർ മനസ്സിലാക്കണം, അശോക ചക്രം ഇവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ അശോക ചക്രം ഒരു സുപ്രഭാതത്തിൽ കയറി തോളിൽ കയറിയതല്ല. ഇതിനൊരു ചരിത്രമുണ്ട്, ഇതിന് കൃത്യമായ ചരിത്രമുണ്ട്. സത്യസന്ധതയുടെ അടയാളമാണ് അശോക ചക്രം. ഈ അശോക ചക്രത്തെ മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചത് വലിയ ഒരു ആശങ്ക അവസാനിക്കുകയും അഭിമാനമുണ്ടാകുകയും ചെയ്യുന്ന മാനസികാവസ്ഥ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ്. മഹാനായ അശോക ചക്രവർത്തി ഭരിച്ച രാജ്യമാണിത്. മഹാനായ അശോക ചക്രവർത്തി ഭരിച്ച രാജ്യത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ കൂടി ഈ രാജ്യത്ത് തുല്യത നിലനിൽക്കുന്ന ബൗദ്ധ സംസ്കാരത്തിന്റെ ഏകദേശം റഷ്യ വരെ പരന്നു കിടന്ന ഇന്ത്യ മഹാരാജ്യം, ഒരു വലിയ രാജ്യം, ആ വലിയ നമ്മുടെ തൊട്ട അയൽ രാജ്യമായ ഈ ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും പാകിസ്ഥാനും ഒക്കെ ചേരുന്ന ഇത് ഒരു വലിയ ബൗദ്ധ സംസ്കാര രാജ്യമായിരുന്നു. ആ ബൗദ്ധ സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരൻ, ബൗദ്ധ സാംസ്കാരിക ലോകത്ത് പ്രചരിപ്പിച്ച മഹാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ കൂടി പേറിക്കൊണ്ടാണ് മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ അശോക സ്തംഭത്തെ ഈ രാജ്യത്തിന് സമർപ്പിച്ചത്. അതിന് പിന്നിൽ ചില നിയമവശങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ വെറുതെ ഉണ്ടാക്കിയെടുത്തതല്ല. ഇത്തരം ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടായിട്ടും ഈ രാജ്യത്തെ ബോധവൽകൃത സമൂഹമാക്കി മാറ്റുവാൻ ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ഫാസിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹിറ്റ്ലറിനെയും മുസോളിനിയൊക്കെ പറയേണ്ടി വരും. കാരണം ആളുകൾ എന്ന് പറയുന്നത് ഈ ഫാസിസവും ഈ ഫാസിസം എന്ന് പറയുന്നത് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ഇവിടെ കൊണ്ടുവന്നാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹിറ്റ്ലറും മുസോളിനിയും മരിച്ചപ്പോ അവിടെ സ്വാഭാവികമായും ഫാസിസം ഇല്ലാതായി. കാരണം ഫാസിസത്തിന്റെ ഉപജ്ഞാതാക്കളും പ്രയോക്താക്കളും അവിടെ ഈ ഹിറ്റ്ലറും മുസോളിനിയും തന്നെ ആയിരുന്നു. അതുകൊണ്ട് അവരസ്തമിച്ചപ്പോ അവിടെ ഫാസിസം നിന്നു. എന്നാൽ ഇന്ത്യയിൽ ഫാസിസം അവസാനിക്കാത്തത് ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ബ്രാഹ്മണിസം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ ബ്രാഹ്മണ തത്വങ്ങൾ പേറി നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് ഫാസിസം നിലനിൽക്കുന്നത്. നമ്മൾ ആദ്യം നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമത്തിൽ സാമൂഹ്യ പരിവർത്തനം നടത്തുന്ന ആളുകളായി മാറണം. വ്യക്തിപരമായി മാത്രമേ അതിന് കഴിയൂ. സാമൂഹ്യ വിദ്യാഭ്യാസം നേടുന്ന ആളുകൾക്ക് മാത്രമേ സാമൂഹ്യ പരിവർത്തനത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പരിവർത്തനവും സാമൂഹ്യ പരിവർത്തനവും കൂടെ ചേർന്നതാണ്. അതിനെയാണ് സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്നത്. ആ സാമൂഹ്യ പരിവർത്തനം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നമ്മളെ അടിച്ചമർത്തപ്പെട്ട ജാതി വ്യവസ്ഥിതികളായി നിലനിർത്തുന്ന വ്യവസ്ഥിതിയോട് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിഷേധിക്കുന്ന വ്യക്തിത്വങ്ങളായി പ്രബുദ്ധ സമൂഹമായി മാറുക എന്നുള്ളതാണ്. അങ്ങനെ പ്രബുദ്ധ സമൂഹമായി മാറേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ ഏകദേശം 20 വർഷത്തിലധികമായി നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമങ്ങളിൽ ജാതി വ്യവസ്ഥിതിയോട് കോംപ്രമൈസ് ചെയ്യാത്ത ആളുകളാണ്. ജാതി പ്രാക്ടീസ് ചെയ്യുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങൾ ഇതിനു മുൻപ് പ്രവർത്തിച്ചിരുന്ന ജാതി സംഘടനകൾ പോലും ജാതിയെ പ്രാക്ടീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 13 വർഷമായി പൂർണ്ണമായ ജാതി എന്ന് പറയുന്ന സാങ്കല്പികതയ്ക്കും ജാതി എന്ന് പറയുന്ന ക്രമത്തിനും അപ്പുറത്താണ് ഞങ്ങളുടെ പ്രവർത്തനം. കാരണം മതം നിലനിൽക്കുന്ന അപ്രഖ്യാപിത ഹിന്ദുരാഷ്ട്രമായി നിലനിൽക്കുകയാണത്. അപ്രഖ്യാപിത ഹിന്ദുരാഷ്ട്രമാണ്. അവർക്ക് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. കാരണം ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യയിലെ പോലീസ് സംവിധാനം, ഇന്ത്യയിലെ ജുഡീഷ്യറി ഇത് മുഴുവനും അടക്കി ഭരിക്കുന്നത് ഈ രാജ്യത്തിലെ RSS എന്ന് പറയുന്ന ക്രിമിനൽ സംഘമാണ്. സംഘപരിവാർ RSS ക്രിമിനൽ സംഘമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ആ രാജ്യം ഭരിക്കുമ്പോൾ അവർക്ക് ഹിന്ദുത്വം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഹിന്ദുത്വം പ്രാക്ടീസ് ചെയ്താൽ
അത് പിന്തുടരുന്ന ആളുകൾ എന്ന നിലയിൽ കീഴ്ജാതിക്കാരനെ മേൽജാതിക്കാരൻ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജാതി പ്രാക്ടീസിങ് പൊളിറ്റിക്കലായി മാത്രം നിലനിർത്തുക എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായി മാത്രം നമ്മൾ ജാതി പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിലെ സബ് കാസ്റ്റ് സിസ്റ്റത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. ഈ അത്തരം സിസ്റ്റത്തെ ഞങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇവരെ ബോധ്യപ്പെടുത്തിയാൽ ഇവിടുത്തെ അധികാരവർഗത്തിന് നമ്മളെ അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നാഗലക്ഷ്മിക്ക് നീതി കൊടുക്കണം എന്നുള്ളതല്ല, നീതി ഞങ്ങൾ വാങ്ങിക്കും എന്നുള്ളതാണ്. ഇവിടെ നിൽക്കുന്ന സാമൂഹ്യ ക്രമമുണ്ടല്ലോ, ആ സാമൂഹ്യ ക്രമം പാലിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമുഖരോട് ഞങ്ങൾ നേരിട്ട് പറയും, നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും, നിങ്ങൾ ജാതിയുടെ അടയാളങ്ങളും നിങ്ങൾ ജാതിയുടെ വ്യക്താക്കളുമായതുകൊണ്ടാണ് പാവപ്പെട്ട നാഗലക്ഷ്മിക്കും മക്കൾക്കും നീതി ലഭിക്കാതെ പോകുന്നത്. ഉദ്യോഗസ്ഥർ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഈ കേരളത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കേരളത്തിൽ 3 തരം RSS ഉള്ളത്. 3 തരം RSSകൾ കേരളത്തിലുണ്ട്. ഒന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതാണ് RSS എന്ന നിലയിൽ നമ്മൾ അറിയപ്പെടുന്നത്. എന്നാൽ രണ്ടാമതൊരു RSS സംഘം കേരളത്തിലുണ്ട്, അതാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ RSS സംഘമാണ് കേരള പോലീസ്. കേരളത്തിലെ മൂന്നാമത്തെ RSS സംഘം എന്ന് പറയുന്നത് കേരളത്തിലെ അധ്യാപക സംഘടനകളാണ്. കേരളത്തിലെ അധ്യാപക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന 90% ആളുകളും ജാതി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. കാരണം കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസം മേഖല മുഴുവനും അവരുടെ കൈവശമാണ് ഇരിക്കുന്നത്. അവരുടെ കൈവശം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല മുഴുവൻ കൈവശം ഇരിക്കുന്നത് കൊണ്ട് ഈ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് KSTA എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന അവർ RSSന്റെ പരിവാർ ഘടകമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും പല RSS നേതാക്കളും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, 200-ലധികം സംഘപരിവാർ സംഘടനകൾ ചേരുന്നതാണ് സംഘപരിവാർ എന്നാണ് RSS നേതാക്കന്മാർ പറയുന്നത്. 200-ലധികം പരിവാറുകൾ ചേരുന്നതാണ് RSS സംഘപരിവാർ എന്ന് പറയുന്നത്. സത്യമാണ്. ആ 200-ൽ കേരള പോലീസും കേരളത്തിലെ അധ്യാപക സംഘടനയും ഉണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തുറന്നു സമ്മതിച്ചിരിക്കുന്നു കേരളത്തിലെ ഈ RSS നേതാക്കൾ. അതുകൊണ്ട് RSSന്റെ സ്വാധീനം കേരളത്തിൽ പോലീസിലുള്ളത് കൊണ്ടാണ് കേരള പോലീസ് നാഗലക്ഷ്മിക്ക് ഈ നീതി നിഷേധിക്കുന്നത്. അതുകൊണ്ട് നീതി നിഷേധിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഇത് പരിശോധിക്കപ്പെടാനും ഇടപെടാനും കഴിയുന്ന ദിനകരനെ പോലെയുള്ള ആളുകൾ 100 കണക്കിന് ആളുകൾ ഉണ്ട് എന്ന ബോധ്യം കേരള പോലീസിനും കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖർക്കും ഉണ്ടായിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, കേരളത്തിൽ നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉദ്യോഗസ്ഥ സംഘടനകളെ നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നത് ഈ പാവപ്പെട്ട ആളുകളുടെ മുകളിലേക്ക്. അത് റവന്യൂ ആയിക്കോട്ടെ, ധനകാര്യ വകുപ്പ് ആയിക്കോട്ടെ, ഇറിഗേഷൻ ആയിക്കോട്ടെ, ഈ വിദ്യാഭ്യാസ വകുപ്പ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് വിദ്യാഭ്യാസ വകുപ്പും ഏത് റവന്യൂ വകുപ്പും സകല വകുപ്പുകളും പരിശോധിച്ചാലും ശരി, ഇവർ നീതി നടപ്പാക്കുന്നത്, നിയമവിരുദ്ധമായി നടപ്പിലാക്കുന്നത് എപ്പോഴും പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങളുടെ ഇടയിലേക്ക് തന്നെ ആയിരിക്കും. അവരുടെ മുകളിലേക്ക് തന്നെയാണ് അവർ ഇതുവരെ നീതി നിഷേധം എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിനെ പരിഷ്കരിക്കപ്പെടണമെങ്കിൽ രാഷ്ട്രീയ ബോധ്യമുള്ള സാമൂഹ്യ പരിവർത്തനം സ്വീകരിക്കുന്ന ആളുകളായി നാം മാറേണ്ടതുണ്ട്. അങ്ങനെ ഏതു തരത്തിലും മാറുവാൻ തയ്യാറായി സ്വന്തം സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ഇടപെടാൻ തയ്യാറാകുന്ന സമൂഹത്തിനെ സൃഷ്ടിച്ചില്ലെങ്കിൽ നീതി യാചിക്കുന്ന ആളുകളായി നമുക്ക് വീണ്ടും മാറേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, കേരളത്തിൽ ഇതുവരെ ബലാത്സംഗം ചെയ്യപ്പെട്ട ആളുകളുടെ കണക്കുകൾ, കേരളത്തിൽ ഇതുവരെ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുകൾ, റിമാൻഡ് പ്രതികളായിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഈ പട്ടികജാതി പട്ടികവർഗ സമൂഹം എന്ന് പറയുന്നത് 18% മുകളിൽ വരും. 18% മുകളിലുള്ള ആളുകളാണ്. പരിവർത്തിത ക്രൈസ്തവർ ഉൾപ്പെടെ വരുന്ന ആളുകൾ 15%-അടുത്ത് പട്ടികജാതി പട്ടികവർഗ സമൂഹവും പരിവർത്തിത ക്രൈസ്തവവും കൂടി ചേരുമ്പോൾ 18%-നും 20%-നും ഇടയ്ക്ക് ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, 1% ജനസംഖ്യക്ക് താഴെയാണ് കേരളത്തിലെ ബ്രാഹ്മണ സമുദായം എന്ന് പറയുന്നത്. ഏകദേശം കേരളത്തിൽ 18ഓളം ബ്രാഹ്മണ സമുദായങ്ങൾ ചേരുന്നതാണ് ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്നത്. 18 സബ് കാസ്റ്റ് സിസ്റ്റം അവർക്കുണ്ട്. അപ്പോ അവരിൽ നിന്നും 1%-ൽ താഴെയുള്ള ഏതെങ്കിലും ഒരു ബ്രാഹ്മണ യുവതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഹ്മണ ബാലികയോ എവിടെങ്കിലും ആക്രമിക്കപ്പെട്ടതോ ബലാത്സംഗം ചെയ്യപ്പെട്ടതോ അധിക്ഷേപിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? കേരളത്തിന്റെ ചരിത്രത്തിൽ 1957 മുതൽ നിങ്ങൾ പരിശോധിക്കണം. കേരള പോലീസ് ഇവിടെ അത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഒരു ബ്രാഹ്മണ സ്ത്രീയോ ഒരു ബ്രാഹ്മണ ബാലികയോ ബലാത്സംഗം ചെയ്യപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ അധിക്ഷേപിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. കാരണം എന്താണ്? നമ്മുടെ സിസ്റ്റം അപ്രഖ്യാപിത ഹിന്ദു രാഷ്ട്രമായി നിലനിൽക്കുന്നത് കൊണ്ടാണ്.
അപ്രഖ്യാപിത ഹിന്ദുരാഷ്ട്രമായി നിലനിൽക്കുന്നു. കാരണം എന്താണ്? ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥിതിയിൽ ഈ കീഴ്ജാതികളായി നിൽക്കുന്ന ആളുകൾ അവരെ ആദരിക്കുകയും ആദരവ് ലഭിക്കേണ്ട സമൂഹമാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്നു. അവർ ചിന്തിക്കുന്നത് താഴോട്ട് നോക്കുമ്പോ അവർ മുകളിൽ നിന്നാണ് നോക്കുന്നത്. ഞങ്ങൾ ജനസംഖ്യ കുറഞ്ഞ ആളുകളാണ്, പക്ഷേ ജനസംഖ്യ കൂടിയ ആളുകളിലേക്ക് അവർ ഈ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് ആളുകളുള്ള സമൂഹം. പക്ഷെ അവർക്ക് എന്താണ് ലഭിക്കേണ്ടത്? അവർക്ക് അനാദരവ് ലഭിക്കണം. അവരുടെ കാഴ്ചപ്പാടാണത്. അവര് അനാദരവ് ലഭിക്കേണ്ടവരും അവര് ആദരവ് ലഭിക്കേണ്ടതുമാണെന്നുള്ള കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് കേരള പോലീസിനെയും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെയും കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖരെയും നേതാക്കളെയും ബാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നാഗലക്ഷ്മിയുടെ വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയൂ. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയൂ. കാരണം അവർ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും താഴെ ഞങ്ങളെക്കാൾ ഒരുപാട് ജനസംഖ്യയുള്ള ഒരു സമൂഹം, നാഗലക്ഷ്മിയുടെ സമൂഹമുണ്ട്. ആ നാഗലക്ഷ്മിയുടെ സമൂഹം ആളുകൾ കൂടുതലുണ്ടെങ്കിലും അനാദരവാണ് അവർക്ക് കൊടുക്കേണ്ടതെന്നുള്ള അവരുടെ ബോധ്യം ആരുണ്ടാക്കി ഘടന? കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനൽ നിങ്ങൾ കണ്ടു കാണും. ആ മീഡിയ വൺ ചാനലിൽ ഒപ്പം സിനിമയിലും അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയിലും ഒക്കെ അഭിനയിച്ച മീനാക്ഷി എന്ന് പറയുന്ന TV അവതാരക ഒരു കൊച്ചു കുട്ടിയുടെ പ്രഭാഷണം നിങ്ങൾ കേട്ട് കാണും, ഇന്റർവ്യൂ. ആ കുട്ടിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ആ കുട്ടി മീഡിയാസിന് ചോദിക്കുന്നു, എങ്ങനെയുണ്ടായി ഈ ദളിതർ? ആരാണ് ഇവര് ദളിതരെ സൃഷ്ടിച്ചത്? ദളിതർക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? നമ്മൾ മനസ്സിലാക്കണം, വേടനെ പോലെയുള്ള ആളുകൾ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമത്തിൽ ജാതി വിഷം കലർന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടുകയും ഈ പാട്ടുകൾക്കിടയിൽ ഇതൊന്നും എനിക്കൊരു മൈരുമല്ല എന്ന് പറയുന്ന സാമൂഹ്യ ക്രമം സൃഷ്ടിക്കുവാൻ, ആ ചങ്കൂറ്റം കാണിക്കുവാൻ വേടൻ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് മീനാക്ഷിയെ പോലെ ഉന്നത കുലജാത എന്ന് അവർ ധരിച്ചു വച്ചിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ പറയേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാനും നാഗലക്ഷ്മിയും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, നമ്മളെ പേടിപ്പിക്കുന്ന കൊട്ടേഷൻകാരെ പോലെ ഇരിക്കുന്ന ദൈവങ്ങളെ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ പഠിച്ച രാഷ്ട്രീയത്തിൽ നിന്നും മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറിനെ പഠിച്ചത് കൊണ്ടും മഹാനായ കാഞ്ചിറാമിനെ പഠിച്ചത് കൊണ്ടും മഹാനായ മഹാവീരൻ അയ്യൻകാളിയെ ഫോളോ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് ബോധ്യപ്പെട്ടത് ഒരു ദൈവങ്ങളെയും ഫോളോ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരം ദൈവങ്ങളുടെ സംരക്ഷണം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഈ ദൈവങ്ങളുടെ സംരക്ഷണം നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ദൈവങ്ങളുടെ പേരിലുള്ള ഭൂമി, ഈ ദൈവങ്ങളുടെ പേരിലുള്ള സ്വർണം, ഈ ദൈവങ്ങളുടെ പേരിലുള്ള സമ്പത്ത്, ഇതെല്ലാം കൈവശം വെച്ചിരിക്കുന്നത് നമ്മളെ പീഡിപ്പിക്കുന്ന ആളുകളാണ്. നമ്മളെ പീഡിപ്പിക്കുന്ന ആളുകൾ ഈ സ്വത്തും ഭൂമിയും സ്വർണവും എല്ലാം കൈവശം വെച്ചിട്ട് നമ്മൾ ആരാധിക്കാൻ ചെല്ലുകയാണ് അവന്റെ മുന്നിലേക്ക്. നമ്മൾ ചെല്ലുന്നു, നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോ അവനെ എത്ര മണിക്ക് 28 കെട്ടണമെന്ന് അവൻ തീരുമാനിക്കുന്നു, സമയം കുറിച്ച് തരുന്നു. എനിക്കറിയാം, ഞാൻ ഉണ്ടാക്കിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എത്ര മണിക്ക് 100 കെട്ടണം എന്നുള്ള സമയം ഞാൻ തീരുമാനിക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതാണ് മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ നമ്മളോട് പറയുന്നത്. സാമൂഹ്യ പരിവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് രാഷ്ട്രീയ അധികാരിയാകാൻ സാധിക്കുകയുള്ളൂ. സാമൂഹ്യ പരിവർത്തനമാണ് ആദ്യം വേണ്ടത്. ആദ്യം നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന പ്രബുദ്ധ സമൂഹം, ആ പ്രബുദ്ധ വ്യക്തിയായി, ഈ പ്രബുദ്ധ പൗരനായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അവിടെ നമ്മൾ ചിന്തിക്കണം, നമുക്കൊരു കുട്ടിയെ ഉണ്ടാക്കാമെങ്കിൽ, നമ്മൾ കാശും നെല്ലും മുടക്കി കൊണ്ടുവന്ന് നമുക്കൊരു കല്യാണം കഴിക്കാമെങ്കിൽ, അവന് പന്തലിട്ട് അവനെ കല്യാണം കഴിപ്പിക്കാമെങ്കിൽ, നമ്മുടെ മകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവളെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ഇന്ത്യയിൽ ഒരു വിവാഹ രജിസ്ട്രേഷൻ നിയമമുണ്ട്. മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ കൊണ്ടുവന്ന 1956 സ്പെഷ്യൽ മാരേജ് ആക്ട്. ഇത് പഠിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവൻ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? താലി കെട്ടി കൊടുക്കും. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ സമയത്തൊന്നും താലി കെട്ടാത്ത ആളുകൾ ഇന്ത്യക്ക് പുറത്ത് നിരവധി രാജ്യങ്ങളിലുണ്ട്. അവരാരും ജീവിക്കുന്നില്ലേ? അവരൊക്കെ എന്തെല്ലാം കണ്ടുപിടിച്ചു? എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് കൊണ്ടുവന്നത്? നമ്മൾ ഇന്ന് യാത്ര ചെയ്ത വണ്ടി ആര് കണ്ടുപിടിച്ചു? ഈ പറയുന്ന തിരുമേനിയാണോ കണ്ടുപിടിച്ചത്? ഈ പറയുന്ന ബ്രാഹ്മണൻ കണ്ടുപിടിച്ചതാണോ? നിങ്ങൾ പറയൂ. നമ്മൾ കൊണ്ടു നടക്കുന്ന പല ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരാണ് കണ്ടുപിടിച്ചത്? നമ്മൾ കപ്പൽ മാർഗം യാത്ര ചെയ്യുന്നു. ഈ കപ്പൽ ആര് കണ്ടുപിടിച്ചു? ഇവിടെ തിരുമേനിയാണ് കണ്ടുപിടിച്ചത്. നമ്മൾ വിമാനത്തിലൂടെ യാത്ര ചെയ്യുന്നു. വിമാനം കണ്ടുപിടിച്ചത് ആരാണ്? നമ്മൾ അങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിച്ചാൽ ഇവിടുത്തെ സാമൂഹ്യ ക്രമത്തിൽ ഈ ആളുകൾ ഇവിടെ ഒരു കുന്തവും കണ്ടുപിടിച്ചിട്ടില്ല. ഇവരാകെ കണ്ടുപിടിച്ച രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാത്രം. ഇത് പിന്തുടരുന്ന ആളുകൾക്ക് ഒരിക്കലും സാമൂഹ്യ ക്രമത്തിൽ വിജയിക്കാൻ കഴിയില്ല, രാഷ്ട്രീയത്തിലും വിജയിക്കാൻ കഴിയില്ല. അതിനെ ജാതികളെ വോട്ടുകളാക്കുന്ന സിസ്റ്റമാണ് ഇവിടെ നിലനിൽക്കുന്നത്.
ഈ സിസ്റ്റം, ഈ സാമൂഹിക ക്രമം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ജാതികളെ വോട്ടുകളാക്കുന്ന സിസ്റ്റമാണ്. നിങ്ങൾ നോക്കണം, മലപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മാത്രം സ്ഥാനാർത്ഥികളാകുന്നത്? എന്തുകൊണ്ടാണ് ആകുന്നത്? മതം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം മത വിഷലിപ്തമായതുകൊണ്ടാണ് അവിടെ മതം പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ നോക്കൂ, കോട്ടയം മേഖലയിലോട്ട് ചെല്ലുമ്പോൾ ക്രൈസ്തവർ മാത്രം സ്ഥാനാർത്ഥികളാകുന്നു. എന്തുകൊണ്ടാണ്? അവർ മതം പ്രാക്ടീസ് ചെയ്യുന്നു. അവിടെ ദളിതനെ സ്ഥാനാർത്ഥിയാക്കില്ല. എന്താണ് സംഭവിക്കാത്തത്? ആ മതത്തിന്റെ കുഴപ്പമാണ്. ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മതങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നത് ഹൈന്ദവതയാണ്, ബ്രാഹ്മണിസമാണ് ഇന്ത്യയിലെ എല്ലാ മതങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കെവിൻ അതേ മതം വിശ്വസിക്കുന്ന, അതേ യേശുവിൽ വിശ്വസിക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ അവൻ കൊണ്ടുവരുമ്പോൾ അവൻ എന്തായി? അവൻ ദളിതായി. ക്രൈസ്തവ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ദളിത് ക്രൈസ്തവർ എന്നാണ് പറയുന്നത്. ദളിത് ക്രൈസ്തവർ, നിങ്ങൾ എവിടെയെങ്കിലും ദളിതനായ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ദളിതനായ യേശുവിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ദളിത് ക്രൈസ്തവർ ഉണ്ടായത്? ആ ദളിത് എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ്. എന്നോട് ദളിതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയല്ലോ പണി നോക്കാനേ പറയത്തുള്ളൂ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം ദളിത് എന്ന് പറയുന്നത് നമ്മളൊരു രാഷ്ട്രീയ വാക്യമായിട്ടാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയ വാക്യം. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് മഹാനായ ജ്യോതിബാബു ഫുലെ കൊണ്ടുവന്നാണ്. 1870 അദ്ദേഹം സത്യശോധക് സമാജ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപ്, ആ സംഘടന ഉണ്ടാകുമ്പോൾ തന്റെ സമൂഹത്തെ ഒരേ സ്വത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം അന്നത്തെ അവസ്ഥ, നമ്മുടെ സാമൂഹ്യ അവസ്ഥ വളരെ മോശമായിരുന്നു. ചിതറിയ അവസ്ഥയിലായിരുന്നു നമ്മൾ. ആ ചിതറിയ ആളുടെ നിലയിൽ ആ അവസ്ഥയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ദളിത് എന്ന പദം ഉപയോഗിച്ചത്. നമ്മളെ അവിടെ കെട്ടിയിടുവാൻ പിന്നീട് വന്ന രാഷ്ട്രീയ അധികാരികൾ, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിന് മുതിർന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിനവർ മുതിർന്നു. അങ്ങനെ മുതിർന്നത് കൊണ്ടാണ് പിന്നീട് വന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം രണ്ടാം നിര പൗരന്മാരെ സൃഷ്ടിക്കുവാൻ, അതേ രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മളെ തടച്ചിടുവാനും നമ്മൾ പരസ്പരം മത്സരിക്കുവാനും തയ്യാറായത്. ഇന്ന് എന്തുകൊണ്ടാണ് വ്യത്യസ്ത സമൂഹ സംഘടനകളിൽ, വ്യത്യസ്ത സമുദായ സംഘടനകളിൽ, ജാതി സംഘടനകളിൽ, രാഷ്ട്രീയ സംഘടനയിൽ നിൽക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ഐക്യപ്പെട്ടത്? നമ്മൾ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. ആ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുവാനുള്ള മാനസിക ഐക്യം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് അംബേദ്കറിനെ പിന്തുടരുന്ന ആളുകൾ എന്ന നിലയിൽ സാമൂഹ്യ ക്രമത്തെ പരിഷ്കരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ സാമൂഹ്യ ക്രമത്തെ പരിഷ്കരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമത്തിൽ ജാതി വ്യവസ്ഥിതി പിന്തുടരുവാൻ, നിന്റെ മതം പ്രാക്ടീസ് ചെയ്യുവാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്ന ഒരു പുരോഗമന പ്രത്യയശാസ്ത്രം നമുക്ക് മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തിലൂടെ പോകുന്ന ആളുകൾക്ക് മാത്രമേ പുരോഗമന വ്യക്തിത്വമാകുവാനും പ്രബുദ്ധ സമൂഹമാകുവാനും കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ സംസാരിച്ചിട്ട് പോകുവാൻ വേണ്ടി മാത്രമല്ല, തുടർന്നുള്ള എല്ലാ ഇടപെടലുകളിലും മാത്രവുമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത്, ദിനകർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പരിസരത്തുള്ള ചില ആളുകൾ അദ്ദേഹത്തിനെ ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇനി മുതൽ ഞങ്ങളുടെ നേതാക്കന്മാരെ ആക്രമിക്കുകയാണെങ്കിൽ ആക്രമിക്കുന്ന ആളുകൾക്ക് എന്തു ദുഃഖമുണ്ടാകുന്ന തരത്തിൽ തിരിച്ചക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് പറഞ്ഞുകൂടിയാണ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് മനസ്സിലായി, ഇതുവരെ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ച പല നേതാക്കന്മാരും ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചിലൂടെയും അല്ലെങ്കിൽ ഒരു DVSP ഓഫീസ് മാർച്ചിലൂടെയും അവസാനിപ്പിക്കുന്ന പണിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും അവർക്കും ഒരേ രക്തങ്ങളും ഒരേ കോശങ്ങളും ഒരേ ലൈംഗിക അവയവങ്ങളും മാത്രമുള്ളൂ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ഒരു തവണ മാത്രമേ ഞങ്ങൾ മരിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അടിച്ചാൽ തിരിച്ചടിക്കുന്ന അത്തരം തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ ദളിത് കൂട്ടായ്മ ഇനിയും ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരെയും, പ്രത്യേകിച്ചും ദൂരെ നിന്നത് കേട്ട് റിപ്പോർട്ട് ചെയ്യാനിരിക്കുന്ന ഈ സിവിൽ പോലീസ് ഓഫീസർമാരെ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട്, എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം, ജയ് ഭാരത്.